കേരളം മാറി ചിന്തിച്ചിരിക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. LDFിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് UDF വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തെറിയിച്ചു. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ച രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആടിയുലഞ്ഞു. മന്ത്രിമാർ തോറ്റ് തുന്നമ്പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 103 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35 സീറ്റിലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തെറിയിച്ചു. നിയമം തിരിച്ചു പിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. സെഞ്ചുറിയടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളെ കേരള ജനത നെഞ്ചേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തുവന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF തീർത്തും അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹിമാൻ, KB ഗണേഷ് കുമാർ എന്നിവർ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കി. പാലായിലടക്കം തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം സംപൂജ്യരായി. CPI 17 നിന്ന് 9 ചുരുങ്ങി. 3 സീറ്റുകളോടെ RSPയും ഓരോ സീറ്റുകൾ നേടി. കേരള കോൺഗ്രസ് ജേക്കബ്, CMP എന്നീ പാർട്ടികൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിച്ചു. RJD കൂത്തുപറമ്പും KK രമ വടകരയും പാല മാണി C കാപ്പനും നിലനിർത്തി. കനത്ത പരാജയത്തിനിടയിൽ G സുധാകരൻ അടക്കമുള്ള വിമതർ നേടിയ വിജയമാണ് CPMന് ഏറ്റവും കനത്ത തിരിച്ചടിയായത്. പാർട്ടി കോട്ടകളിലായിരുന്നു വിമതരുടെ വിജയം. അരനൂറ്റാണ്ടിന് ശേഷം കാസർഗോഡും 20 വർഷത്തിനു ശേഷം കോഴിക്കോടും വിജയിക്കാനായി എന്നതും കോൺഗ്രസിന് ഇരട്ടി മധുരമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.